പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സങ്കീർത്തനങ്ങൾ അദ്ധ്യായം 26. കർത്താവേ, എനിക്ക് ന്യായം സ്ഥാപിച്ചു തരയണമേ. എന്തെന്നാൽ ഞാൻ നിഷ്കളങ്കനായി ജീവിച്ചു, ചാഞ്ചല്യമില്ലാതെ ഞാൻ കർത്താവിൽ ആശ്രയിച്ചു. കർത്താവെ, എന്നെ പരിശോധിക്കുകയും പരീക്ഷിക്കുകയും ചെയ്യുക. എൻ്റെ ഹൃദയം മനസ്സും ഉരച്ചു നോക്കുക. അങ്ങയുടെ കാരുണ്യം എൻ്റെ കൺമുന്നിലുണ്ട്. അങ്ങയുടെ സത്യത്തിൽ ഞാൻ വ്യാപരിച്ചു. കപടഹൃദയരോട് ഞാൻ സഹവസിച്ചിട്ടില്ല, വഞ്ചകരോട് ഞാൻ കൂട്ടുകൂടിയിട്ടില്ല. ദുഷ്കർമ്മികളുടെ സമ്പർക്കം ഞാൻ വെറുക്കുന്നു, നീചന്മാരോട് കൂടി ഞാൻ ഇരിക്കുകയില്ല. കർത്താവെ, നിഷ്കളങ്കതയിൽ ഞാൻ എൻ്റെ കൈ കഴുകുന്നു. ഞാൻ അങ്ങയുടെ ബലിപീഠത്തിന് പ്രദക്ഷിണം വയ്ക്കുന്നു. ഞാൻ ഉച്ചത്തിൽ കൃതജ്ഞതാ സ്തോത്രം ആലപിക്കുന്നു. അവിടുത്തെ അത്ഭുതകരമായ സകല പ്രവൃത്തികളും ഞാൻ പ്രഘോഷിക്കുന്നു. കർത്താവെ, അങ്ങ് വസിക്കുന്ന ആലയവും അങ്ങയുടെ മഹത്വത്തിൻ്റെ ഇരിപ്പിടവും എനിക്ക് പ്രിയങ്കരമാണ്. പാപികളോടുകൂടെ എൻ്റെ ജീവനെ തൂത്തെറിയരുതേ, രക്തദാഹികളോടുകൂടെ എൻ്റെ പ്രാണനെയും. അവരുടെ കൈകൾ കുതന്ത്രങ്ങളാണ്, അവരുടെ വലതു കൈ കോഴ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഞാനോ നിഷ്കളങ്കതയിൽ വ്യാപരിക്കുന്നു. എന്നെ രക്ഷിക്കുകയും എന്നോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നിരപ്പായ ഭൂമിയിൽ ഞാൻ നിലയുറപ്പിച്ചിരിക്കുന്നു. മഹാസഭയിൽ ഞാൻ കർത്താവിനെ വാഴ്ത്തും. സഹോദരരെ, ദാവീദ് തൻ്റെ ഓരോ പ്രാർത്ഥനകളിലും വ്യക്തവും നമുക്ക് മനസ്സിലാകുന്ന രീതിക്ക് ഉള്ള ഒരു കാര്യം പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ മുന്നിൽ നിഷ്കളങ്കനാണ്. എൻ്റെ വിശ്വാസം നിഷ്കളങ്കമാണ്. കാരണം അവൻ ദൈവത്തോടുള്ള വിശ്വാസത്തിൽ ഒരു കരടും ഉണ്ടായിരുന്നില്ല. ലോകത്തുള്ള ഒന്നിനെയും അല്ല അവൻ വിശ്വസിച്ചിരുന്നത്. ലോകത്തുള്ള ഒന്നും തന്നെ സഹായിക്കാനോ സംരക്ഷിക്കാനോ പാകമല്ല എന്നും, സകലത്തിൻ്റെ നാഥനായ ദൈവത്തിൻ്റെ കരുണയും അവൻ്റെ സ്നേഹമാർന്ന കൃപയും ഇല്ലെങ്കിൽ എനിക്ക് ഈ ലോകത്തൊന്നുമില്ല എന്നുള്ള ഉറപ്പുണ്ടായിരുന്ന ഒരു ആളാണ് ദാവീദ്. കാരണം ദൈവം തൻ്റെ പ്രിയപുത്രനെ നമുക്ക് നൽകിയ സമയത്ത് അവൻ്റെ ജീവിതത്തോട് ചേർത്ത് നമ്മളൊരു നവജീവിതം കാഴ്ചവെക്കുമ്പോൾ നമ്മൾ നിഷ്കളങ്കരായിരിക്കണം. കാരണം നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടണം. കാരണം യഥാർത്ഥ വിശുദ്ധിയും നീതിയും നിഷ്കളങ്കമായ ഹൃദയത്തിൽ മാത്രമേ വസിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മുന്നിൽ കളങ്കമില്ലാതെ നിൽക്കാനും സാധിക്കുകയുള്ളൂ. ദൈവം നമുക്ക് നൽകിയ സകല ദാനങ്ങളെയും സകല സന്തോഷങ്ങളെയും തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ അവൻ്റെ പ്രിയപുത്രൻ നമുക്ക് നൽകിയ നവജീവിതത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ഹൃദയം കൊണ്ടും പ്രവൃത്തി കൊണ്ടും നിഷ്കളങ്കതയോടുകൂടി ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തെയും ഞങ്ങൾക്കുള്ള സകലതിനെയും നിനക്ക് സമർപ്പിക്കുന്നു. നിഷ്കളങ്കമായി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.